ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും മാസ്റ്റർ വ്യൂ ഡൂഡിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഈ വീഡിയോയിൽ നാം നോക്കുന്നത് പ്ലസ് ടുവിന് എന്തെടുത്താൽ അഥവാ 10ാം ക്ലാസ്സിന് ശേഷം എന്ത് പഠിച്ചാൽ ഒരു SI ആകാം എന്നതിനെക്കുറിച്ചാണ്. പ്ലസ് ടു കഴിഞ്ഞ് എങ്ങനെ ഒരു SI ആയി കേരള പോലീസിൽ ജോലി നേടാം എന്നതിനെക്കുറിച്ചാണ് ഈ വീഡിയോ. പ്ലസ് ടുവിന് എന്ത് പഠിച്ചാൽ SI ആകാം? സയൻസ് എടുത്തവർക്ക് SI ആകുവാൻ കഴിയുമോ? ഹ്യൂമാനിറ്റീസ് പഠിച്ചാൽ SI ആകാൻ കഴിയുമോ? കൊമേഴ്സ് പഠിച്ചാൽ SI ആകുവാൻ കഴിയുമോ? പ്ലസ് ടു കഴിഞ്ഞാൽ ഒരു SI ആകുന്നതിന് ഏത് ഡിഗ്രിയാണ് വേണ്ടത്? തുടങ്ങിയവയാണ് ഈ വീഡിയോയിൽ നാം നോക്കുന്നത്. കൂട്ടുകാരെ, നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നിങ്ങൾക്കൊരു പോലീസിൽ സബ് ഇൻസ്പെക്ടറായിട്ട് ജോലി ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ഡിഗ്രിയാണ് വേണ്ടത്. അതിനാൽ തന്നെ നിങ്ങൾക്ക് പ്ലസ് ടുവിന് ഇഷ്ടമുള്ള വിഷയം എടുക്കാവുന്നതാണ്. അഥവാ ഹ്യൂമാനിറ്റീസോ കൊമേഴ്സോ സയൻസോ തുടങ്ങിയ ഇഷ്ടമുള്ള വിഷയം നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. പക്ഷേ പ്ലസ് ടുവിലെ നല്ല രീതിയിലുള്ള പഠനം നിങ്ങൾ കാഴ്ചവെക്കണം. കാരണം പ്ലസ് ടുവിലെ മാർക്ക് പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് നിങ്ങൾക്ക് ഒരു SI ആകുവാൻ വേണ്ടി. കാരണം പ്ലസ് ടുവിൽ നല്ല ഉയർന്ന മാർക്ക് എടുത്താലേ ഇഷ്ടമുള്ള വിഷയത്തിൽ ഡിഗ്രി നിങ്ങൾക്ക് അഡ്മിഷൻ ലഭിക്കുകയുള്ളൂ. ഇങ്ങനെ ഡിഗ്രിക്ക് അഡ്മിഷൻ ലഭിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് SI ആകുവാനുള്ള ഡിഗ്രി നേടുവാനും കഴിയുകയുള്ളൂ. ഇനി നമുക്ക് പ്ലസ് ടുവിന് പഠിക്കുമ്പോൾ മാർക്ക് വേണ്ടതിൻ്റെ അനിവാര്യതയെക്കുറിച്ച് മനസ്സിലാക്കി. ഇനിയും പ്ലസ് 1 പ്ലസ് 2 പഠിക്കുന്ന വിദ്യാർത്ഥികളാണ് നിങ്ങളെങ്കിൽ, നിങ്ങൾക്ക് പ്ലസ് 2 പഠിക്കുമ്പോൾ എന്തെങ്കിലും ഒരു മടി വരികയാണെങ്കിൽ SI ആകണമെന്ന ലക്ഷ്യത്തോടെ അതിനെ സ്വപ്നം കണ്ടുകൊണ്ട് പഠിക്കുക. അന്നേരം നിങ്ങളുടെ മടി മാറുക തന്നെ ചെയ്യും. SI എന്നത് ഒരു യൂണിഫോം പോസ്റ്റാണ്. അതിനാൽ തന്നെ ഇവിടെ കായികക്ഷമത വേണ്ടി വരുന്നു. അതിനാൽ നിങ്ങളുടെ പ്ലസ് 2 പഠനകാലത്തോടൊപ്പം തന്നെ നിങ്ങളുടെ ശരീരത്തെ ഫിറ്റായി വയ്ക്കുവാൻ വേണ്ടി വ്യായാമങ്ങളിലും നിങ്ങൾക്ക് ഏർപ്പെടാവുന്നതാണ്. കൂടാതെ ഇംഗ്ലീഷ്, മാത്സ് തുടങ്ങിയ വിഷയങ്ങൾ നിങ്ങൾക്ക് പഠിക്കാൻ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടതാണ്. ഹ്യൂമാനിറ്റീസ് തുടങ്ങിയ വിഷയങ്ങൾ എടുത്തവർക്കാണെങ്കിൽ മാത്സ് മെയിനായിട്ട് വരാത്തതിനാൽ തന്നെ മാത്സ് പഠിക്കാൻ വേണ്ടി നിങ്ങൾക്ക് PSC മാത്സ് ബുക്കുകൾ ഉപയോഗപ്പെടുത്താവുന്നതാണ്. ഇതിനുവേണ്ടി നിങ്ങൾ ബുക്ക് സ്റ്റാളിൽ ചെന്ന് PSCയുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ മാത്സ് ബുക്കുകളൊക്കെ തന്നെ വാങ്ങി ഇങ്ങനെ പഠിക്കാവുന്നതാണ്. അതേസമയം ഇംഗ്ലീഷ് ഗ്രാമറുകളും നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അത് ഉപകാരപ്രദമാകുക തന്നെ ചെയ്യും. ഇതിനു വേണ്ടി തന്നെ മാത്സിന് ഉപയോഗിച്ച അതേ രീതി തന്നെ പിന്തുടരാവുന്നതാണ്. ബുക്ക് സ്റ്റാളിൽ തന്നെ PSCയുടെ ഇംഗ്ലീഷ് മാത്രമായിട്ടുള്ള ബുക്കുകൾ ലഭ്യമാണ്. അവ വാങ്ങി നിങ്ങളുടെ ഒഴിവു സമയങ്ങളിൽ പഠിക്കാവുന്നതാണ്. കൂടാതെ ഒഴിവു സമയങ്ങളിൽ നിങ്ങൾക്ക് PSC പഠനത്തിന് വേണ്ടി ഉപയോഗിക്കാവുന്നതാണ്. ഇങ്ങനെ പഠിക്കുമ്പോൾ നിങ്ങൾ പ്രധാനമായും ലൈബ്രറികളെയൊക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ അത് വളരെ ഉപകാരപ്രദമായി തന്നെ തീരും. ലൈബ്രറി ഉപയോഗപ്പെടുത്തുമ്പോൾ നിങ്ങൾ പ്രധാനമായി ശ്രദ്ധിക്കേണ്ടത് ഹിസ്റ്ററി, എക്കണോമിക്സ് തുടങ്ങിയ സോഷ്യൽ സയൻസ് വിഷയങ്ങളും ഒപ്പം തന്നെ സയൻസ് വിഷയങ്ങൾ ഇവയെല്ലാം തന്നെ അതാത് ബുക്കുകൾ ഉപയോഗിച്ച് ആ ബുക്കുകളൊക്കെ എടുത്ത് വായിക്കുകയാണെങ്കിൽ നിങ്ങളെക്കൊണ്ട് കഴിയുന്ന രീതിയിൽ അവ വായിക്കുവാൻ ശ്രമിക്കുക. ഇങ്ങനെ വായന എന്നത് നിങ്ങളുടെ ഒരു ശീലമാക്കി മാറ്റുക. ഇത് ചിലപ്പോൾ നിങ്ങളെ സിവിൽ സർവീസിലേക്ക് പോലും എത്തിക്കും. ബുക്സ് വായിക്കാൻ കഴിഞ്ഞാൽ പിന്നീട് നിങ്ങൾ ചെയ്യേണ്ടത് ഇംഗ്ലീഷ്, മലയാളം തുടങ്ങിയ ന്യൂസ് പേപ്പറുകൾ വായിക്കാൻ ശ്രമിക്കുക എന്നതാണ്. ഒരു ദിവസം കുറഞ്ഞത് ഇംഗ്ലീഷ്, മലയാളത്തിലെ ഓരോ ന്യൂസ് പേപ്പർ വീതം വായിക്കുവാൻ ശ്രമിക്കുക. ഇങ്ങനെ വായിക്കാൻ വേണ്ടി നിങ്ങൾക്ക് ലൈബ്രറിയെ തന്നെ ഉപയോഗപ്പെടുത്താവുന്നതാണ്. അല്ലെങ്കിൽ ഇംഗ്ലീഷോ മലയാളവുമായിട്ടുള്ള ഒരു പത്രം നിങ്ങളുടെ വീട്ടിൽ വരുത്തുക, അത് വായിക്കുവാൻ ശ്രമിക്കുക. ഈ പത്രവായന എന്നത് ഡെയിലി പിന്തുടരുവാൻ ശ്രമിക്കുക. ഇങ്ങനെ പത്രം വായിക്കുകയാണെങ്കിൽ അത് നിങ്ങൾക്ക് കറണ്ട് അഫയേഴ്സൊക്കെ തന്നെ മനസ്സിലാക്കുവാനും അതും നിങ്ങളെ ഇത്തരം മത്സര പരീക്ഷകളിൽ തയ്യാറാക്കുന്ന ഒന്നാണ്. ഇനി നിങ്ങളുടെ പ്ലസ് 2 പഠന കാലയളവിന് ശേഷം ഡിഗ്രിക്ക് എന്താണ് എടുക്കേണ്ടതെന്ന് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഡിഗ്രിക്ക് ഇഷ്ടമുള്ള വിഷയം എടുക്കാവുന്നതാണ്. പക്ഷേ ഡിഗ്രി പഠനത്തോടൊപ്പം തന്നെ നിങ്ങൾ ഇത്തരം PSC പരീക്ഷകൾക്ക് കൂടി തയ്യാറെടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു SI എന്ന ജോലിയിലേക്ക് വേഗം എത്തിച്ചേരുവാൻ കഴിയുന്നതാണ്. പ്ലസ് 2 പഠിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ പ്രധാനമായി നിങ്ങളുടെ പ്ലസ് 2 പഠനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക, നല്ല രീതിയിൽ പഠിക്കുക. കൂടാതെ നിങ്ങൾ ഓർക്കേണ്ട ഒരു കാര്യം, നിങ്ങൾ ഇപ്പോൾ ഇതെല്ലാം ചെയ്യേണ്ട ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചാൽ
ഇതിനുള്ള ഉത്തരം ഒരിക്കലും എനിക്ക് പറയാൻ കഴിയില്ല. അതിനുള്ള ഉത്തരം നിങ്ങൾക്ക് തന്നെ കണ്ടെത്താം. നിങ്ങൾ മനസ്സിരുത്തി ചിന്തിക്കുക. നിങ്ങൾക്ക് ഇപ്പോൾ ഈ വീഡിയോ കാണുവാൻ കഴിയുന്ന മൊബൈൽ, നിങ്ങൾ സ്കൂളിൽ പോകുമ്പോൾ ധരിക്കുന്ന വസ്ത്രങ്ങൾ, ബാഗ്, ചെരുപ്പ് ഇവയൊക്കെ തന്നെ എങ്ങനെ വാങ്ങി? അതിന് വേണ്ടി വന്ന പണം ആര് തന്നു? ആ പണം ഉണ്ടാക്കാൻ വേണ്ടി നിങ്ങളുടെ മാതാപിതാക്കൾ ആണെങ്കിൽ അവർ എത്ര കഷ്ടപ്പെട്ടു? അത് നിങ്ങളെ കൊണ്ടല്ലാതെ വേറൊരാൾക്കും മനസ്സിലാക്കുവാൻ കഴിയുകയില്ല. +2 കഴിഞ്ഞ ശേഷം നിങ്ങൾക്ക് ഒരു SI ആകാൻ തന്നെയാണ് ആഗ്രഹമെങ്കിൽ നിങ്ങൾ +2വിന് ഇഷ്ടമുള്ള വിഷയം എടുത്തതുപോലെ തന്നെ ഡിഗ്രിക്കും ഇഷ്ടമുള്ള വിഷയം എടുക്കാവുന്നതാണ്. എന്നാൽ ഓർക്കേണ്ട ഒരു വിഷയം, നിങ്ങൾക്ക് SI ആകാൻ അപ്പോഴും താല്പര്യമുണ്ടെങ്കിൽ ഇഷ്ടമുള്ള വിഷയം എടുക്കുമ്പോൾ തന്നെ ഏറ്റവും ലളിതമായ വിഷയം എടുക്കാവുന്നതാണ്. അതിൻ്റെ കൂടെ തന്നെ നിങ്ങൾക്ക് PSC പഠിക്കുകയും കൂടി ചെയ്യാം. അതിനാൽ തന്നെ എളുപ്പമുള്ള വിഷയം എടുക്കുമ്പോൾ അത് വേഗം വിജയിക്കാനും PSC പഠിക്കാനുള്ള സമയം എന്നത് നിങ്ങൾക്ക് കൂടും. അതേസമയം നിങ്ങൾക്ക് PSC മാത്രമല്ല ലക്ഷ്യം, മറ്റ് ജോലി സാധ്യത കൂടി ലക്ഷ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ലക്ഷ്യമാക്കിയുള്ള കോഴ്സുകൾ എടുക്കാവുന്നതാണ്. തൊഴിൽ സാധ്യത അനുസരിച്ചുള്ള ഡിഗ്രി കോഴ്സുകൾ എടുക്കാവുന്നതാണ്. കേരള പോലീസിൽ എങ്ങനെ ഒരു സബ് ഇൻസ്പെക്ടർ ആകാം എന്നതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽഡ് ആയിട്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അത് കാണാൻ വേണ്ടി നിങ്ങൾക്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലെ ലിങ്ക് ഉപയോഗിക്കാവുന്നതാണ്. അല്ലെങ്കിൽ കമൻറ്റിലും ആ ലിങ്ക് പിൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കും. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായ ലൈക്ക്, സബ്സ്ക്രൈബ്, ഷെയർ തുടങ്ങിയവ ചെയ്ത് ഈ ചാനലിനെ സപ്പോർട്ട് ചെയ്യുക.